തിരുവനന്തപുരം കോർപ്പറേഷനിലെ CPIM BJP സംഘർഷത്തിൽ 2 കേസെടുത്ത് പോലീസ്. LDF കൗൺസിലർ സിന്ധുവിന്റെ പരാതിയിൽ മേയർ VV രാജേഷ്, ഡെപ്യൂട്ടി മേയർ ആശാനാഥ് ഉൾപ്പെടെ 10 BJP നേതാക്കളാണ് പ്രതികൾ. CPIM കൗൺസിലർമാരായ SP ദീപക്, ശ്രീകുമാർ, മഞ്ജൂർ ബാബു എന്നിവരെയാണ് BJP കൗൺസിലറുടെ പരാതിയിൽ എടുത്ത രണ്ടാമത്തെ കേസിൽ പ്രതി ചേർത്തിരിക്കുന്നത്. അതേസമയം SP ദീപക് എന്നതിന് പകരം ദീപക് ദേവ് എന്നാണ് FIRൽ ചേർത്തിരിക്കുന്നത്. രണ്ടാമത്തെ സത്യപ്രതിജ്ഞയും അസാധുവാക്കണം എന്നാവശ്യപ്പെട്ട് CPIM കോടതിയെ സമീപിക്കും. വിവരങ്ങളുമായി ഹാൻസ് ജോൺ ചേർന്നു. ഹാൻസ്, അതിനകത്തൊരു തമാശയുള്ളത് SP ദീപകിൻ്റെ പേര് ദീപക് ദേവ് എന്ന് എഴുതിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ആ പേരിൽ വല്ല കൗൺസിലർ ഉണ്ടോ? അങ്ങനെ ഇല്ലല്ലോ അല്ലേ? എന്താണ് ഇതിൻ്റെ വിശദാംശങ്ങൾ? അവിടെ ഇന്നലെ നടന്ന സംഭവ വികാസങ്ങൾ കണ്ടാൽ 2 കൂട്ടർക്കും എതിരെ കേസെടുക്കാനുള്ളതുണ്ട്. എന്താണ് വിശദാംശങ്ങൾ? സനീഷ്, ദീപക് ദേവ് എന്നുള്ള പേരിൽ മറ്റ് കൗൺസിലർമാരും നിലവിൽ തിരുവനന്തപുരം കോർപ്പറേഷനില്ല. പോലീസിന് ഒരു സാങ്കേതിക പിഴവ് വന്നതാണെന്നാണ് അവരുടെ വാദം. അതുകൊണ്ട് തന്നെ ഈ FIRൽ വേണ്ട തിരുത്തലുകൾ വരുത്തുമെന്നുകൂടി പോലീസ് അറിയിച്ചിട്ടുണ്ട്. ഇന്നലെ ഈ തിരുവനന്തപുരം കോർപ്പറേഷൻ ആസ്ഥാനത്ത് മേയറുടെ ഓഫീസിന് മുന്നിൽ വെച്ച് നടന്ന സംഘർഷത്തിന് ശേഷം പോലീസിന് പരാതി നൽകുമെന്ന് CPIMന്റെ പാർലമെന്ററി പാർട്ടി നേതാവായിട്ടുള്ള SP ദീപക് വ്യക്തമാക്കിയിരുന്നു. അതിനുശേഷം അവർ മ്യൂസിയം പോലീസിൽ പരാതി നൽകുകയും അതിൻ്റെ അടിസ്ഥാനത്തിലാണ് മേയർ VV രാജേഷും അതിനോടൊപ്പം തന്നെ ഡെപ്യൂട്ടി മേയർ ആശാനാഥ് അടക്കമുള്ള BJP നേതാക്കളെ പ്രതി ചേർത്തുകൊണ്ട് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തത്. ഇന്നലത്തെ സംഘർഷത്തിൽ പരിക്കേറ്റ സിന്ധു ശശി എന്ന വാർഡ് കൗൺസിലറുടെ പരാതിയിലാണ് ആ കേസ് എടുത്തിരിക്കുന്നത്. അവിടെ ഇന്നലത്തെ സംഘർഷത്തിൽ അവരുടെ തലപൊട്ടി 4 സ്റ്റിച്ചുണ്ട്. ഈ ഒരു പശ്ചാത്തലത്തിൽ തന്നെ BJP കൗൺസിലർമാർ ആക്രമിച്ചു എന്ന് ചൂണ്ടിക്കാണിച്ച് സിന്ധു ശശി നൽകിയ പരാതിയിലാണ് ആദ്യത്തെ FIR പോലീസ് എടുത്തിരിക്കുന്നത്. അതിനോടൊപ്പം തന്നെ ഇന്നലത്തെ സംഘർഷത്തിൽ BJP കൗൺസിലറായിട്ടുള്ള ശ്രുതിയുടെ പരാതിയിൽ CPIM കൗൺസിലർമാർക്കെതിരെയും കേസെടുത്തിട്ടുണ്ട്. അതിലെ പ്രതികൾ SP ദീപക്കും അതിനോടൊപ്പം തന്നെ ശ്രീകുമാർ, മഞ്ജൂർ ബാബു അടക്കമുള്ള 5 കൗൺസിലർമാർക്കെതിരെയാണ് ഈ ശ്രുതിയുടെ BJP കൗൺസിലറുടെ പരാതിയിൽ കേസെടുത്തിരിക്കുന്നത്. പ്രധാനമായും അന്യായമായ സംഘം ചേരൽ, ദേഹോപദ്രവം ഏൽപ്പിക്കൽ, ഭീഷണിപ്പെടുത്തൽ തുടങ്ങിയ വകുപ്പുകൾ ചുമത്തിക്കൊണ്ടാണ് ഇരു കൂട്ടർക്കുമെതിരെ FIR എടുത്തിരിക്കുന്നത്. അതേസമയം ഈ രണ്ടാമത്തെ സത്യപ്രതിജ്ഞ നമുക്കറിയാവുന്ന പോലെ തന്നെ ഹൈക്കോടതി കഴിഞ്ഞ ദിവസം ഈ 19 BJP കൗൺസിലർമാരുടെ സത്യപ്രതിജ്ഞ അസാധുവാക്കിയിരുന്നു. അതിനുശേഷം രണ്ടാമത്തെ സത്യപ്രതിജ്ഞ കഴിഞ്ഞ ദിവസമാണ് നടന്നത്. പക്ഷേ ഈ സത്യപ്രതിജ്ഞയും അസാധുവാക്കണമെന്ന് ചൂണ്ടിക്കാണിച്ച് ഹൈക്കോടതിയെ സമീപിക്കാനാണ് നിലവിൽ CPIMന്റെ തീരുമാനം. കാരണം ചട്ടം ലംഘിച്ചാണ് ഈ സത്യപ്രതിജ്ഞ ചടങ്ങുകൾ നടന്നതെന്നാണ് CPIMന്റെ ആരോപണം. അതിനോടൊപ്പം തന്നെ ആദ്യത്തെ സത്യപ്രതിജ്ഞ അസാധുവായ പശ്ചാത്തലത്തിൽ ഡെപ്യൂട്ടി മേയർ ആശാനാഥിന് ഈ സ്ഥാനത്ത് തുടരാനുള്ള അർഹതയില്ല എന്നുകൂടി CPIM പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ രണ്ടാമത്തെ സത്യപ്രതിജ്ഞ ചെയ്ത് കൗൺസിലറായ ആശാനാഥ് മൂലം ഇത്തരത്തിൽ ഡെപ്യൂട്ടി മേയർ സ്ഥാനത്തിൻ്റെ തെരഞ്ഞെടുപ്പ് ഒന്നും കൂടെ നടത്തണം എന്നുകൂടിയാണ് CPIMന്റെ ആവശ്യം. അതുകൊണ്ട് തന്നെ കോടതിയിൽ ചെല്ലുമ്പോൾ ഈ കാര്യം കൂടി ആവശ്യപ്പെടും എന്നാണ് CPIM അറിയിച്ചിരിക്കുന്നത്. അതേസമയം തിങ്കളാഴ്ച നടക്കാനിരിക്കുന്ന കൗൺസിൽ യോഗത്തിന് മുൻപ് ഈ R സുഗതൻ്റെ, വാഴട്ടുകോണം കൗൺസിലറും കാപ്പ കേസിൽ റിമാൻഡിലായിട്ടുള്ള R സുഗതൻ്റെ രാജി ആവശ്യപ്പെട്ടുകൊണ്ട് പ്രതിഷേധം ശക്തമാക്കുമെന്നാണ് ഇപ്പോൾ LDFും അതിനോടൊപ്പം തന്നെ UDFും അറിയിച്ചിരിക്കുന്നത്. സനീഷ്. ശരി, നന്ദി ഹാൻസ് ജോൺ വിവരങ്ങൾക്ക്.